അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ക്യാമറ റിവ്യൂ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിവോയുടെ V60 എന്ന് പറഞ്ഞൊരു ഫോണിൻ്റെയാണ്. അപ്പോൾ ഈ ഫോൺ എൻ്റെ ആൻറ്റിയുടെ ഒരു ഫോണാണ്. സോ നമ്മൾ ഇതിൻ്റെ ക്യാമറയ്ക്ക് കൂടുതൽ നോക്കുക, അതുപോലെ തന്നെ ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് ഓടിച്ചു വിട്ടിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് പോകാം. സോ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ Dimensity 7360 എന്ന് പറഞ്ഞ 7360 ടർബോ എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ഈ പ്രൈസിന് ഇതിനേക്കാളും നല്ല കിട്ടും. ബട്ട് ഇതൊരു ക്യാമറ ഫോണാണ് നോക്കുക. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. സോ പെർഫോമൻസിനായിട്ട് ഇത് ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ OS നോക്കുകയാണെങ്കിൽ നമ്മുടെ FunTouch OS 15 ആണ്. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഒറിജിനൽ OS കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് 6.77 ഇഞ്ചിൻ്റെ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. സ്മൂത്ത് ആണ്. ഡേ ടു ഡേ ലൈഫിൽ നിന്ന് യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് 200 മെഗാ പിക്സലിലെ മെയിൻ സെൻസറാണ്. 200 മെഗാ പിക്സലിലെ സെൻസർ വെച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് വിവോയുടെ കളറാണ്. സോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആണ് വിവോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ 8 മെഗാ പിക്സലിൽ അൾട്രാവൈഡ് കൊടുക്കുന്നുണ്ട്. ആൻഡ് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് സെൻസറിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം മാച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇത് ഫ്രണ്ടിൽ വരുന്നത് 50 മെഗാ പിക്സലിലെ ഒരു സെൻസറാണ്. സോ നിങ്ങൾക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ഈ ഫോൺ എടുത്തോ. ദെൻ ഇതിൻ്റെ 200 മെഗാ പിക്സൽ ക്യാമറ ഉള്ളായാലും നിങ്ങൾ ക്രോപ്പ് ചെയ്ത് സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ ടെലിഫോട്ടോ ലെൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോയാണ് ഇതിൽ കിട്ടുന്നത്. 200 മെഗാ പിക്സൽ ഹൈറസ് ഫോട്ടോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സലിലും നിങ്ങൾക്ക് ഹൈറസ് ഫോട്ടോസ് എടുക്കാൻ. പിന്നെ മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചും 4K 30 FPS നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഫോട്ടോസും സാമ്പിൾസും ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കാൻ തീരുമാനിക്കുക. ആൻഡ് ഇതിൽ എനിക്കൊരു പോരായ്മല്ല, നിങ്ങൾ പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ 85mm സ്വിച്ച് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു AI പരിപാടി വരുന്നുണ്ട്. അത് ചില സമയത്ത് മാച്ച് ആവാണ്ടാവും. എന്തായാലും സൂം ചെയ്തിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾക്കത് 3x വരെ കുഴപ്പമില്ല. അത് 4x അഥവാ 85mm പോകുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം വരിക. AI എന്നിട്ട് ഓവർ ഷാർപ്പനിങ്ങും അതുപോലെ തന്നെ സ്കിൻ സ്മൂത്തനിങ്ങും നടത്തുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യലായിട്ട് തോന്നാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് 3x വരെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോളി ഫോട്ടോസ് ഇത് വെച്ചെടുക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് വിവോ ഒപ്റ്റിമസ് ഫോർ ക്യാമറ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് 256 GB ആണ്. 8GB 256 GB. ഇതിൽ വന്നിരിക്കുന്നത് 32,000 റുപ്പീസ് ആണ്. മൈജി എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ക്വിക്കായിട്ടുള്ള റിവ്യൂ ആയാലും ആക്കിയതാണെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. വീഡിയോയുടെയും ഫോട്ടോയുടെയും ഇത് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഗൂഗിൾ ഡ്രൈവിൻ്റെ. അതിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും ചെക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് താഴെ കൊടുത്തേക്കാം. അവിടെ കയറിയാൽ എനിക്ക് ഫോട്ടോസ് കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.